അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിനിറങ്ങില്ല. ബാല്യകാല സുഹൃത്തെന്ന് അച്ചു ഉമ്മൻ. പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ പ്രചരണത്തിനിറങ്ങില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. അതേസമയം സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നടത്തുമെന്നും അവർ വ്യക്തമാക്കി. ANIയോടാണ് അച്ചു ഉമ്മൻ്റെ പ്രതികരണം. അനിൽ ആന്റണി ചെറുപ്പം തൊട്ടുള്ള തൻ്റെ അടുത്ത സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ അനിലിനെതിരെ പ്രചരണത്തിനിറങ്ങാൻ സാധിക്കില്ല എന്നുമാണ് അച്ചു ഉമ്മൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വലിയ സൗഹൃദം പുലർത്തിയവരായിരുന്നു. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലും ഈ അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു. അതേസമയം ആരോഗ്യം അനുവദിച്ചാൽ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണത്തിനിറങ്ങുമെന്നാണ് മുതിർന്ന നേതാവ് AK ആന്റണി വ്യക്തമാക്കിയത്. എന്നാൽ മോദി വന്ന പത്തനംതിട്ടയിൽ മറ്റാര് വന്ന് പ്രചരണം നടത്തിയിട്ടും കാര്യമില്ലെന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണത്തിൽ അനിൽ ആന്റണി വ്യക്തമാക്കിയത്. 84 വയസ്സുള്ള പിതാവ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് 2 വർഷം മുമ്പ് വിരമിച്ചു. രാഹുൽ ഗാന്ധി അടക്കം സജീവമായി നിൽക്കുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോലും പത്തനംതിട്ടയിൽ വന്നിട്ട് കാര്യമില്ല. മോദി വന്നുണ്ടാക്കിയ 1 മിനിറ്റിൻ്റെ ഇമ്പാക്റ്റ് പോലും മറ്റൊരു നേതാവിനുണ്ടാക്കാൻ സാധിക്കില്ല. ഇങ്ങനെയായിരുന്നു അനിൽ ആന്റണി വ്യക്തമാക്കിയത്. അതേസമയം നേരത്തെ അനിൽ ആന്റണിക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ പത്തനംതിട്ടയിൽ പ്രചരണത്തിനെത്തിയിരുന്നു. K കരുണാകരനും AK ആന്റണിയും ഗ്രൂപ്പ് കളിച്ചപ്പോഴും അനിൽ ആന്റണിയുമായി നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്നും തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആളാണെന്നും അതുകൊണ്ട് അനിലിന് വേണ്ടി താൻ പ്രചരണം നടത്തും എന്നായിരുന്നു പത്മജ വേണുഗോപാൽ പ്രതികരിച്ചത്. അനിൽ ആന്റണിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കന്നി പോരാട്ടമാണിത്. ഇത്തവണ അനിലിലൂടെ വലിയ മുന്നേറ്റമാണ് BJP ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അനിലിലൂടെ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് മറിയുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. UDFിന് വേണ്ടി സിറ്റിംഗ് MP ആന്റോ ആന്റണിയും LDFിനായി തോമസ് ഐസക്കുമാണ് മത്സരിക്കുന്നത്.